ഇന്ന് നമ്മുടെ നേഴ്സറി ബഡ് റോസിന് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടോണിക്കാണ്. ഈ ടോണിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസയിലെ മുരടിപ്പെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. പ്രാണികളുടെ ശല്യവും വണ്ടുകളുടെ ശല്യവും ഒക്കെ മാറിക്കിട്ടും. ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നിറയെ മുട്ടുകളുണ്ടാകും. അതുപോലെ തന്നെ മുരടിപ്പൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന അടിപൊളി ഒരു ടോണിക്കാണ്. അതുപോലെ തന്നെ പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് മുട്ടുകളൊക്കെ വരും. പ്രൂണിങ് അത്യാവശ്യമാണ് കേട്ടോ. ഈ ഒരു ചൂടുള്ള സമയത്ത് പെട്ടെന്ന് റോസാ ചെടി ഒന്നും മുരടിച്ച് നിൽക്കുന്ന സമയമാണ്. അത് പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇതൊരു നേഴ്സറി ബഡ് റോസ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ പൂക്കൾ എല്ലാ സ്റ്റെമ്മിൽ നിന്നും നിറയെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് 15 ദിവസം കൂടുമ്പോൾ മസ്റ്റായിട്ട് വളം കൊടുക്കണം. എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് മുട്ടത്തോട് പൊടിച്ചിടുന്നതും ഏറ്റവും നല്ലതാണ്. അപ്പോൾ നല്ലപോലെ നമ്മുടെ റോസാച്ചെടിയില്ല നല്ലവണ്ണം തന്നെ നനച്ചു കൊടുക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ ഒരു മടിയും കൂടാതെ നല്ലവണ്ണം നനച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ചൂടത്ത് നമ്മുടെ റോസാച്ചെടി നല്ലതായിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കട്ടകുത്തി പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന കുറേ വളങ്ങൾ ഞാൻ നേരത്തെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും വരുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മുരടിപ്പാണ്. മുരടിപ്പ് മാറിയാൽ മാത്രമേ ആ ഇലയിൽ നിന്നും ആ ഒരു സ്റ്റെമ്മിൽ നിന്നൊക്കെ നിറയെ പുതിയ തളിർപ്പുകൾ ഉണ്ടായിട്ട് അവിടെ നിന്നെല്ലാം പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. ഇതുണ്ട്, ഈ ഒരു റോസയൊക്കെ ഒരുപാട് മുരടിച്ച് നിൽക്കുന്ന റോസയാണ്. അപ്പോൾ ഇതെല്ലാം ഇന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. കാരണം ഒരു നീണ്ടൊരു ഇതുപോലെ വന്ന് നിൽക്കും. നമ്മുടെ ഒരു 7 ഇതളുള്ള ആ ഒരു സ്റ്റെം ഇങ്ങനെ വളർന്നു വരും. അത് നമ്മൾ ഒരിക്കലും നിർത്തരുത് കേട്ടോ. അത് അന്നേരം കട്ട് ചെയ്ത് വിടണം. അത് നമുക്ക് ഒരിക്കലും പൂക്കൾ ഉണ്ടാകത്തില്ല. അത് പൂക്കൾ ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല മറ്റുള്ള ആ ഒരു സ്റ്റെമ്മിലോട്ടുള്ള മുട്ടുകളും പൂക്കളും ഒക്കെ മുരടിച്ച് നിൽക്കാൻ സാധ്യതയാകും. കമ്പുകൾ തന്നെ മുരടിച്ച് പോകും. അപ്പോൾ ഇന്നത്തെ ഒരു ടോണിക് ഉണ്ടാക്കാൻ വേണ്ടി കട്ടൻ ചായ എടുക്കുക. നമ്മുടെ ബാക്കി വന്ന വീട്ടിലുള്ള മധുരം ഇടാത്ത കട്ടൻ ചായ ഉണ്ടല്ലോ അത് എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ തിളപ്പിച്ചെടുക്കുക. ഒത്തിരി കടുപ്പത്തിനൊന്നും വേണ്ട. സാധാരണ കട്ടൻ ചായ എടുക്കുന്ന പോലെ എടുത്താൽ മതി. എന്നിട്ട് ഇതൊരു കപ്പ് ഒരു ഗ്ലാസ്, അതായത് ഒരു കപ്പ്, ഇത് വലിയൊരു കപ്പാണ്. നമ്മൾ ചായ കുടിക്കുന്ന ഒരു കപ്പിന് 1 കപ്പ് കട്ടൻ ചായ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവില്ലേ, ചെമ്പരത്തിയുടെ പൂ 1, 2, 3 ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി നിങ്ങളെ കാണിക്കുക കേട്ടോ. അപ്പോൾ ഒരു പൂവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവ് ഇട്ട് കഴിഞ്ഞിട്ട് അതും കൂടെ നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവ് നമ്മുടെ ചെടികൾക്കൊക്കെ ഒത്തിരി നല്ല, അതിൻ്റെ വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുത്താൽ നല്ല കളറുള്ള പൂക്കൾ ഉണ്ടാവാനായിട്ട് ചെമ്പരത്തിപ്പൂവും കട്ടൻ ചായയും കൂടെ തിളപ്പിച്ച് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറുള്ള പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മുരടിപ്പിനാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് വേറൊരു സാധനം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ കളറെല്ലാം നന്നായിട്ട് ഇറങ്ങി നമ്മുടെ കട്ടൻ ചായയിലോട്ട് മിക്സ് ആവണം. അപ്പോൾ എല്ലാം നന്നായിട്ട് കളർ ഇറങ്ങിയിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ മാറി വെള്ള കളറായിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ് എല്ലാവർക്കും അറിയാമല്ലോ. മഞ്ഞൾപ്പൊടി വെറുതെ നമ്മുടെ റോസാ ചെടിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിൽ പൊതിഞ്ഞ് വെച്ച് കൊടുത്താൽ തന്നെ യാതൊരു ഇൻഫെക്ഷനും ഉണ്ടാവാതെ നല്ല ഹെൽത്തി ആയിട്ട് പുതിയ തളർപ്പുകൾ തൊട്ട് താഴെ നിന്നും ഉണ്ടായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടോണിക്ക് നമുക്ക് അപ്പം തന്നെ കൊടുക്കാവുന്നതാണ്. ചൂടോടല്ല കേട്ടോ. നല്ലതായിട്ട് തണുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടാണ് മിക്സ് ചെയ്യുന്നത്. മൊത്തം ടോട്ടൽ 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ സ്പ്രേയറിനകത്താക്കി സ്പ്രേയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കൊടുക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ, ഒന്നെങ്കിൽ വെയിൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് രാവിലെ നമ്മൾ കൊടുക്കുക. ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക, ഇലകളെല്ലാം സ്പ്രേയും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുമ്പം നമ്മുടെ റോസയിലെ ചെടിച്ചട്ടിയിലുള്ള പുല്ലുകളും ഒക്കെ പറിച്ച് കളഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, അതായത് സന്ധ്യയ്ക്ക് മുമ്പ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും വെയിൽ താന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ചെടിയിലോട്ട് പിടിക്കത്തുള്ളൂ. വെയിലത്തൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇലകളെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടും വേണം നമ്മൾ ഓരോ വളമാണേലും ഫെർട്ടിലൈസർ ആണെങ്കിലും പെസ്റ്റിസൈഡ് ആണെങ്കിലും ഫംഗിസൈഡ് ആണെങ്കിലും ഒക്കെ കൊടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ റോസയുടെ ചുവടൊക്കെ ഒന്ന് ഈ ഒരു സമയത്ത് ഈ ഒരു നനവ് വേണം എപ്പോഴും. നമ്മുടെ മണ്ണിൽ നട്ടുപിടിപ്പിക്കുന്ന റോസയ്ക്കാണെങ്കിലും ചെടിച്ചെടിയിൽ നട്ടുപിടിപ്പിക്കുന്ന റോസയ്ക്കാണെങ്കിലും ഈ ഒരു നനവ് വേണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക, മുട്ടത്തോട് പൊടിച്ചതും കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും എല്ലാം പൊടിച്ച സാധനമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും നമ്മുടെ റോസാ ചെടിക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാൻ നിലത്ത് പിടിപ്പിച്ച റോസയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ചെടിച്ചട്ടിയുള്ള റോസയ്ക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് കിളച്ചെടുക്കണം. നമ്മുടെ ഒരു റോസാച്ചെടിയുടെ ചൂടെല്ലാം നല്ലതായിട്ടൊന്ന് കിളച്ചെടുത്തതിന് ശേഷമേ നമ്മളിത് ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നിട്ട് മണ്ണൊക്കെ ഇട്ടൊന്ന് മൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് നനച്ചും കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ റോസയിലൊക്കെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നത്. എല്ലാവരും ചെയ്തു